സത്യം പറയാം എനിക്കിനിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ തന്നെ നിർത്താം. എൻ്റെ ഫ്രസ്ട്രേഷൻ ഫുള്ള് തീർക്കണം. ഞാൻ അതിനായിട്ട് വീഡിയോ ഇട്ട്. കാരണം വെച്ചാൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല മാത്സ്. സത്യത്തിൽ എനിക്ക് മാത്സ് എന്ത് ചെയ്യണമെന്നല്ല. ഞാൻ കഴിഞ്ഞ് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് കെമിസ്ട്രിയുടെ മൈൻഡാണ് വരുന്നത്. കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തൊരു കഷ്ടമാണ് ഞങ്ങളുടെ അവസ്ഥ എന്ന് കാണിച്ചു നോക്കുക. ഞങ്ങളുടെ എക്സാം സത്യം പറഞ്ഞാൽ ഇത്രയും ഗതികെട്ടൊരു ബാച്ച്, അല്ലെങ്കിൽ ഏതോ ഒരു ശാപം കിട്ടിയ ബാച്ച് എന്നിട്ട് സത്യം പറയാം, ശപിച്ച ബാച്ച്. അല്ലെങ്കിൽ ഒന്നും പറയാനില്ല. ലൈക്ക് ഇവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാക്കണം നിലവാരം കൂട്ടണമെങ്കിൽ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഒക്കെ അങ്ങനെ ആക്കണമായിരുന്നു. കഴിഞ്ഞ വർഷവും എല്ലാം ആക്കിയിട്ടും എനിക്ക് വേണ്ടി കഴിഞ്ഞ വർഷം പോലും ഇവർക്ക് എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണാം. എല്ലാം സിമ്പിളാക്കി നമുക്കെന്തുവാ ക്വാർട്ടർലി ഇല്ലായിരുന്നു, ഹാഫ് ഇയർലി. ക്വാർട്ടർലിയൊക്കെ കുറച്ച് സിമ്പിളായിരുന്നു, ഹാഫ് ഇയർലി സിമ്പിളായിരുന്നു. പിന്നെ മോഡൽ എക്സാം ഈസിയായിരുന്നു. ഈ 3 എക്സാമും ഈസി ആക്കിയിട്ട് മോഡൽ എക്സാം എന്ന് പറയുന്ന സാധനം പബ്ലിക് എക്സാമിൻ്റെ ഒരു മോഡലാണ്. അല്ലാതെ ഇത് മോഡൽ എക്സാം എന്നല്ല സത്യം പറഞ്ഞ് പറയേണ്ടത്. വഴിപാട് പരീക്ഷ ആർക്കോ വേണ്ടി നടത്തുന്ന ഒരു വഴിപാട് പോലെയായിരുന്നു മോഡൽ എക്സാം. എനിക്ക് എത്ര പറയാനുള്ളൂ, മോഡൽ എക്സാം ഒരു വഴിപാട് എക്സാമായിരുന്നു. കുട്ടികൾക്ക് മോഡൽ എക്സാം എല്ലാ വർഷവും നടക്കുന്ന ഒരു സംഭവമാണല്ലോ. ആ സമയത്ത് നടക്കുന്ന ഒരു വഴിപാട്, അതുപോലെ നടത്തിക്കൊണ്ടുപോയെന്നേ ഉള്ളൂ. മോഡൽ എക്സാം തമ്മിൽ ഒരു ബന്ധവും ഇല്ല ബോർഡ് എക്സാമിൽ. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഈ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോയെന്ന് പോലും ഈ ക്വസ്റ്റ്യൻ പേപ്പറിട്ട് ആൾക്ക് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇവർ ക്വസ്റ്റ്യൻ കുട്ടികളുടെ കുട്ടികൾക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ഒരു 80% ഒരു ആവറേജ് പേപ്പർ, അല്ലെങ്കിൽ ഒരു 20% അല്ലെങ്കിൽ 40% എന്താണ് ഈസി പേപ്പർ, 40% ഡിഫിക്കൾട്ട്, ബാക്കി 20% എന്താണ് ഡിഫിക്കൾട്ട്. ആ ലെവലിലാക്കണം. ഇത് 80-90% എന്താണ് ഡിഫിക്കൾട്ട് പേപ്പറായിരുന്നു. ഫിസിക്സ് ഞാൻ പറയുന്നില്ല, ലൈക്ക് അത് വലിയ കുഴപ്പമില്ലായിരുന്നു, സ്റ്റാൻഡേർഡ് പേപ്പറാണ് ഞാൻ പറഞ്ഞു. പക്ഷേ കെമിസ്ട്രി സത്യം പറയാമല്ലോ കരഞ്ഞു. കെമിസ്ട്രി പേപ്പർ കണ്ടാണ് നമുക്ക് ലൈക്ക് കുറേ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതൊന്നും ചോദിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ വേണ്ടാത്ത കുറേ കാര്യങ്ങളെടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കില്ല, ലൈക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്ന ചില ഭാഗങ്ങളിൽ ഇതെല്ലാം എടുത്ത് ചോദിക്കുക. അതായത് ഓർഗാനിക് എന്ന് പറയുന്ന സാധനത്തിൽ വെച്ചാൽ നമ്മൾ സെൻറ്റൻസ് വന്നിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് എഴുതിക്കോ. ഇവരുണ്ട് അങ്ങനെ മറ്റേ കുപ്പിന്നുള്ള പൂരത്തെ പോലെ അങ്ങ് എല്ലാം എഴുതിക്കണം. അതുപോലെ ഉച്ച കഴിഞ്ഞുള്ള പരീക്ഷ. അപ്പം തന്നെ ഞങ്ങളുടെ അവസ്ഥ ആലോചിക്കുന്നു. ഉച്ച കഴിഞ്ഞുള്ള പരീക്ഷ, ഉച്ചയ്ക്ക് വെയിലത്ത് എക്സാം ഹാളിൽ പോകാന്ന് പറഞ്ഞാൽ നല്ല സുഖമല്ലേ, നല്ല സുഖമുള്ള പരിപാടി. എക്സാമിന് ഉച്ചയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടി. അതുപോലെ അപ്പടി പറയുന്ന കൊച്ചു പിള്ളേരും വെയിൽ കൊള്ളരുത്, കുഞ്ഞുങ്ങളൊക്കെ വെയിൽ കൊള്ളാതെ എക്സാം ഹാളിൽ പോയിക്കോട്ടെ. ഞങ്ങളൊക്കെ വെയിലൊക്കെ കൊണ്ട് ബോർഡ് എക്സാം അല്ലേ, LKG UKG ഒക്കെ ഭയങ്കര സീരിയസ് പരീക്ഷയല്ലേ. നമ്മുടെയൊക്കെ എന്തുവാ ചുമ്മാ A+ എഴുതുന്ന വിഷയമല്ലേ, ബോർഡ് എക്സാം അല്ലേ പ്രസിഡൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കൊക്കെ പോയി എഴുതി, നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള പേപ്പറൊക്കെ എഴുതി, നമ്മൾ ഇതുവരെ കാണാത്ത കുറേ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് പഠിക്കാത്ത കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിപ്പിക്കാത്ത ഭാഗത്തുനിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കുക. ഇതൊക്കെയാണ് ഇവൻ്റെ ഹോബികൾ. ഇത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ സത്യം പറഞ്ഞാൽ CBSE ലെവല് നമ്മളൊന്ന് കയറ്റിപ്പിടിക്കണം. ലൈക്ക് നമ്മുടെ സ്റ്റേറ്റിലെ ലെവൽ ഭയങ്കര കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഒരു ദിവസം ഒരു മാസം കൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് നമ്മളെ അങ്ങ് പൊക്കുക. എങ്ങനെ എയറിലോട്ട്, സത്യം പറയുക എയറിലോട്ട്. ഇത് ഹാഫ് ഇയർലി കുഴപ്പമില്ലായിരുന്നു, ക്രിസ്മസിന് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് പബ്ലിക്കായപ്പം എല്ലാം പൊട്ടിമുളച്ച് പെട്ടെന്ന് ഓടി വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവൽ കൂട്ടുക. ഇത് ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളുടെ മാനസികം ഞങ്ങൾക്ക് എന്തുമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ആരും മനസ്സിലാവില്ല. ലൈക്ക് റിസൾട്ട് വരുമ്പോൾ റിലേറ്റീവ്സോ നാട്ടുകാരോ ആരും ഒന്നും ചോദിക്കില്ല. എക്സാം ടഫായിട്ടാണ് മോനെ A+ പോയത്, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞത്, എക്സാം ഈസി ആയിട്ട്, അതൊന്നും ആരും ചോദിക്കില്ല. എത്ര A+ ഉണ്ടായിരുന്നു മാത്രമേ ചോദിക്കൂ. ആണോ? വേറെ ആരും ചോദിക്കില്ല. എന്ത് ചോദിക്കാനാണ്? ആരും ചോദിക്കാൻ? എക്സാം ടഫാവോ ഈസിയാവോ അത് നാട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ തമ്മിൽ ഒരു ബന്ധമില്ല. മാർക്കുണ്ടോ ഇല്ലയോ ആ ഒറ്റ ചോദ്യമേ ചോദിക്കത്തുള്ളൂ. കെമിസ്ട്രി എക്സാം നല്ല പറയട്ടെ,
അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആളുടെ ടാലൻ്റാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റും ഞങ്ങൾക്ക്, ഞങ്ങളെ തോൽപ്പിക്കാറായിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് CBSE-ക്കാരെ വെല്ലുവിളിക്കുന്ന വളരെ നിങ്ങളെക്കാട്ടും ഞങ്ങൾക്ക് ഇതുണ്ട് മറ്റോണ്ട് മറിച്ചാണ്ട് കാണിക്കാൻ വേണ്ടി ചുമ്മാ. അതും മോഡൽ എക്സാമോ സ്പെഷ്യൽ എക്സാമിനൊന്നും അല്ല നടത്തിയത്, പബ്ലിക് എക്സാമിന്. അതായത് കുട്ടികൾക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള മാർക്ക് മേടിക്കേണ്ട ഒരു പരീക്ഷയ്ക്ക് അവർ കളിക്കുക, നമ്മുടെ ലൈഫ് ഇട്ട് കളിക്കുക. എന്ത് കാണിക്കുകയെന്ന് എനിക്കറിയില്ല. പിന്നെ ടീച്ചേഴ്സ് ഈ ലെവലിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. ഇത്രയും ഡീപ്പ് ലെവലിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളൊരു ബേസിക് കോൺസെപ്റ്റ് വെച്ചാണ് പഠിപ്പിക്കുന്നത്. ഒരുപാട് ഡീപ്പിനൊന്നും ഞങ്ങളോട് ചോദിക്കില്ലെന്ന് ഞങ്ങളുടെ ടീച്ചർ പറയാറുണ്ട്. ഇത് നിങ്ങളുടെ CBSE ലെവലൊന്നും നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ സ്റ്റേറ്റാണ്. അതെ, അതിന് സ്റ്റേറ്റായിട്ട് പോലും ഞങ്ങളോട് ചോദിച്ചപ്പം ഇത് പഠിപ്പിച്ചാൽ യാതൊരു ബന്ധമില്ല. ഒരു ഇക്വേഷൻ പോലും ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല. എന്ത് വെച്ച് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവരെന്ത് ഉദ്ദേശിക്കുന്നത്? ഈ മാർക്ക് കൊണ്ടൊന്നും അല്ലെന്നാണോ എനിക്കറിയില്ല. പിന്നെ എന്തിനാ +2 ബോർഡ് എക്സാം എഴുതുന്നത്? ഈ മാർക്കൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാ +2 ബോർഡ് എക്സാം നടത്തുന്നത്? എന്തിനാ വേണ്ടി നടക്കുന്ന ഒരു ബോർഡ് എക്സാമാണ് പറയുന്നത് +2 ബോർഡ് എക്സാം? സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ലെവലിനെക്കാട്ടിലും കൂട്ടാൻ നിങ്ങൾ ആരും കൂട്ടേണ്ടത് 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലെ പിള്ളേരുടെ ലെവൽ ആദ്യം കൂട്ടും. അവരുടെ ക്വസ്റ്റ്യൻസ് മെല്ലെ കൂട്ടും, അവരുടെ ലെവൽ കൂട്ടി കൊണ്ടുപോകാം, അവരുടെ നിലവാരം കൂട്ടിക്കൊണ്ടുപോകാം. ഞങ്ങളിപ്പോൾ സ്കൂൾ ലൈഫ് ഇപ്പോൾ തീരാറായി. ഞങ്ങളുടെ ലെവൽ കൂട്ടിയിട്ട് ഇങ്ങനെ എന്ത് കാണിക്കണം? അതൊരു അവസാന നിമിഷം കൂട്ടുകയാണെങ്കിൽ ആദ്യം മുതലേ കൂട്ടണമായിരുന്നു. അല്ലാതെ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ കൂട്ടണം. അല്ലാതെ പരീക്ഷയുടെ സമയത്തല്ല. പരീക്ഷയ്ക്ക് ഒരു മാസം പഠിക്കാൻ പോലും ഗ്യാപ്പ് തരാത്തൊരു വൃത്തികെട്ടൊരു സിലബസ് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട എഡ്യൂക്കേഷൻ സിസ്റ്റം കണ്ടിട്ടില്ല. ഇത്രയും വെറുത്തു പോയിട്ടൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കണ്ടിട്ടില്ല. ഇത്രയും ഒന്നും ഇതിനെക്കൂടെ എനിക്ക് പറയാനില്ല. ഇത്രയും വൃത്തികെട്ടൊരു സിലബസ് കണ്ടിട്ടില്ല. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി കുറേ യൂട്യൂബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ സത്യമായ ബിഗ് സ്റ്റാൻഡ്സ് എന്നൊക്കെ പറയാം. കാരണം അവർക്കിങ്ങനെ കുറച്ച് ബോധം ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ കുറച്ച് വിചാരം ഉണ്ടല്ലോ. ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനെക്കാട്ടിലും കുറച്ചൊരു ബോധം അവർക്കുണ്ട്. പിന്നെ ഇത്ര വേണമെങ്കിൽ പറയാം. ഇവിടെ ഇത്ര നിർത്തണം. എനിക്ക് ഇത് മറക്കുന്നില്ല സാധനം. കെമിസ്ട്രി സത്യം പറയാം. കെമിസ്ട്രി കേൾക്കുമ്പോൾ എനിക്ക് തലയ്ക്കകത്ത് പെരുക്കും എനിക്ക് സത്യം പറഞ്ഞാൽ. മാത്സ് സത്യം പറഞ്ഞാൽ ചെയ്ത് നോക്കുമ്പോൾ തെറ്റിപ്പോവും. എനിക്കറിയില്ല എന്ത് ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മാത്സ് എക്സാം ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. മാത്സ് ഇനിയിപ്പോൾ പഠിക്കരുത്. ക്രിയേറ്റീവ് എക്സാം നമ്മളെ ചോദ്യം ഇപ്പോൾ ഇടുന്ന ആളുടെ ക്രിയേറ്റീവാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. അവർ നമ്മുടെ മാർക്കിനെക്കാട്ടും ഉദ്ദേശിക്കുന്ന അവരുടെ ക്രിയേറ്റിവിറ്റി കൂടുതൽ വളർത്തി കൊണ്ടുവരണം. നമ്മളവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇത്രയുള്ള വീഡിയോ ഇത് ഇവിടെ തന്നെ നിൽക്കുക. നിങ്ങൾക്കൂടെ പറ്റില്ല. നിങ്ങൾക്കിനി മൂവ് ചെയ്താൽ പറ്റത്തുള്ളൂ. നമ്മൾ ഒന്നാമത്തെ ഇപ്പം കേരളത്തിൽ ജനിച്ചു പോയി. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനും പേരെ ഉണ്ടല്ലോ CBSE പഠിച്ചിട്ട് അന്തസ്സായിട്ട് തോക്കുന്ന. എനിക്കങ്ങനെ തോന്നി. വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ബോർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിലബസിലോ പഠിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോയാണ്. തോറ്റാനും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് ഇത്ര നാണക്കേട് വിട്ടൊരു ബാച്ച്, ഇത്രയും ഗതികെട്ടൊരു ബാച്ച് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയുള്ള വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് വായിക്കാൻ സത്യം അടുത്തു.